Now we'll move on to Unit 2, Concord or Subject-to-Verb Agreement. അപ്പോൾ എന്താണ് Concord അല്ലെങ്കിൽ what is the relationship between subject and a verb? That is what we are going to discuss in this chapter. Concord means a grammatical agreement between two words in a sentence. ഒരു സെൻറ്റൻസിലെ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഗ്രാമർ വൈസ് ഉള്ള എഗ്രിമെൻറ്റിനെയാണ് കോൺകേർഡ് എന്ന് വിളിക്കുന്നത്. സോ we'll move on to the detailed version, that is subject verb concord. ആദ്യം നോക്കാൻ പോകുന്നത് സബ്ജക്റ്റും വേർബും തമ്മിലുള്ള agreement. Concord means agreement, that is it is the agreement between two words in a sentence. So now we are going on to subject verb concord, that is it is the relationship between subject and verb in a sentence. Okay, so it should agree or match with each other. Subjectum and the verbum എന്ത് ചെയ്തിരിക്കണം, അത് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അതർവൈസ് ദ സെൻറ്റൻസ് വോണ്ട് സൗണ്ട് കറക്റ്റ്. അല്ലാത്ത കേസിൽ സെൻറ്റൻസ് എന്താവില്ല, കറക്റ്റ് ആവില്ല. അപ്പോൾ ദർ ഷുഡ് ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ verb. അതർവൈസ് ദ സെൻറ്റൻസ് വിൽ ബി റോങ്. ഇനി നമ്മൾ എങ്ങനെയാണ് ചില വേർബും സബ്ജക്റ്റും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ മനസ്സിലാക്കുന്നത്? അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. ഇംഗ്ലീഷിൽ there are almost 12 rules through which we will understand what is the relationship between a subject and a verb. അപ്പോൾ ഒരു റിലേഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുന്ന 12 റൂൾസുകളാണ് ഇനി നമ്മൾ താഴെ പറയുന്നത്. റൂൾ 1, ഫസ്റ്റ് റൂൾ, the subject and verb must agree in number. If the subject is singular, the verb should be singular. If the subject is plural, the verb should be plural. So first we should know what is singular and what is plural. In the first chapter itself we discussed about singular and plural. Singular means one, plural means more than one. So നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സിംഗുലേഴ്സ് ഏതൊക്കെയാണ്? ഹി, ഷീ എന്നൊക്കെ പറയുന്നത്. ഹി എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സിംഗിൾ പേഴ്സൺ, സോ ഇറ്റ് ഈസ് എ സിംഗുലർ. ഷീ ഓൾസോ റെപ്രസെൻറ്റ്സ് എ സിംഗിൾ പേഴ്സൺ who is a female, so it is also a single. അപ്പോൾ ഒന്നിനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സിംഗുലർ എന്ന് വിളിക്കുന്നത്. ഇനി സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പ്ലേസ്, ഇപ്പം നിങ്ങൾ വേർബുകൾ കേട്ടിട്ടുണ്ടാവും. പ്ലേസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്ലേ എന്നുള്ളത് പ്ലൂറലിനെ സൂചിപ്പിക്കുന്നതാണ്. പ്ലേസ് എന്നുള്ളത് സിംഗുലറിനെ സൂചിപ്പിക്കുന്ന. ആദ്യം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. പ്ലേ എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്ലൂറലാണ് കാണിക്കുന്നത്. ദേ പ്ലേ എന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് വിത്ത് ഹി ഓർ വിത്ത് സിംഗുലർ സബ്ജക്ട്സ്, പ്ലേസ് ഓർ എസ് ഫോം ഓഫ് എസ് ഓർ ഇ എസ് ഫോം ഓഫ് ദ വേർബ് ഷുഡ് ബി യൂസ്ഡ്. ഇപ്പോൾ ഗോൻ്റെ കേസിൽ ഇ എസ് ആണ് അല്ലേ? ഗോസ് എന്നാണ് എന്ത് പറയുന്നത്, നമ്മൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗോ എന്നുള്ളത് പ്ലൂരലാണ്, ഗോസ് എന്നുള്ളതാണ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡു ഈസ് അഗെയിൻ പ്ലൂരൽ, ഡസ് ആണ് സിംഗുലർ. ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂരലാണ്. ഈസ് സിംഗുലർ ആണ്, ആറ് പ്ലൂരലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ എക്സാമ്പിൾ നോക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഹീ ഈസ് സിംഗുലർ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലേ എന്നുള്ളത് റൂട്ട് ഫോം ആണ്. എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അത് സിംഗുലറായി മാറുകയുള്ളൂ. സോ ഹീ പ്ലേസ് ക്രിക്കറ്റ്. വെൻ ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ, വേർബ് ഷുഡ് ബി സിംഗുലർ. അതുകൊണ്ടാണ് എന്തുപയോഗിച്ചത്? പ്ലേസ് എന്ന് ഉപയോഗിച്ചത്. ഇനി ദേ പ്ലേ ക്രിക്കറ്റ്. ദേ വി ഓൾ നോ ദാറ്റ് ദേ പ്ലൂരലാണ് അല്ലേ? അപ്പോൾ പ്ലേ എന്നുള്ളതാണ് പ്ലൂരൽ ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ്. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂള്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ദ വേർബ് ഷുഡ് ബി സിംഗുലർ. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, ദ വേർബ് ഷുഡ് ബി പ്ലൂരൽ. ഓക്കെ, നെക്സ്റ്റ് റൂൾ 2, സെക്കൻഡ് റൂളാണ് നോക്കാൻ പോകുന്നത്. വെൻ ദ സബ്ജക്ട് പാർട്ട് കൺസിസ്റ്റ് ഓഫ് 2 or more nouns or pronouns joined by and, then use a plural verb. അതായത് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. Nandu and Mini are studying in the same college. ഇവിടെ
if we look at what's the meaning of a pronoun, pronoun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? pronoun means നമ്മൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് pronouns. നന്ദു or നന്ദിനി, if we are using the noun നന്ദിനി, what will be the pronoun? she എന്നുള്ള pronoun ആണ് നന്ദിനിക്ക് പകരം ഉപയോഗിക്കുന്നത്. For example, if it is John, what is the pronoun that we should use? he അല്ലേ? അപ്പോൾ pronoun എന്ന് പറയുമ്പോൾ നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ നൗൺസ് ഉണ്ടെങ്കിൽ നന്ദു ആൻഡ് മിനി, രണ്ട് നൗണുകളിൽ, നൗൺ മീൻസ് നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എൻ ഓബ്ജെക്ട്, ഇതെല്ലാം എന്തിൽ പെടും? നൗണിൽ പെടും. അപ്പോൾ പേര് ആണ് ഇവിടെ പറയുന്നത്, സ്ഥലത്തിന്റെ പേരാവാം. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് നെയിം, പേഴ്സണിന്റെ നെയിമാണ്. നന്ദു ആൻഡ് മിനി രണ്ട് പേരുണ്ട്, ആർ സ്റ്റഡിയിങ് ഇൻ ദ സെയിം കോളേജ്. ഇപ്പൊ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, if the subject part consists of two or more nouns. See the example, Nandu and Mini. How many nouns are there? Two nouns, Mini and Nandu. So if there are two nouns and that two joined by and, രണ്ട് നൗണുകളെ എന്തുപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്? ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് എ പ്ലൂരൽ വേർബ്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നന്ദു ആൻഡ് മിനി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ അഗെയിൻ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് മോർ ദാൻ വൺ, സോ ഇറ്റ് ഈസ് പ്ലൂരൽ. സോ വി ഹാവ് ടു യൂസ് ദ പ്ലൂരൽ വേർബ്. അപ്പോൾ രണ്ട് നൗണുകളെയോ പ്രോനൗണുകളെയോ ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുപയോഗിക്കണം? പ്ലൂരൽ വേർബ് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നന്ദു ആൻഡ് മിനി are studying in the same college. R is plural. അടുത്ത example, father, mother and children walk to the park. നേരത്തെ പറഞ്ഞതാണ് walk എന്നുള്ളത് പ്ലൂരലിനെ സൂചിപ്പിക്കുന്നതാണ്, walks എന്നുള്ളത് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് walk എന്ന് പറയുന്നത് do plus walk ആണ്, walks എന്ന് പറയുന്നത് does plus walk ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ വാക്ക് എന്നുള്ളതാണ് പ്ലൂരലിനെ സൂചിപ്പിക്കുന്നത്. സോ ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ, ടു ഓർ മോർ നൗൺസ്, ത്രീ നൗൺസ് ആർ യൂസ്ഡ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് ജോയിൻഡ് യൂസിങ് ആൻഡ്. സോ ദ പ്ലൂരൽ വേർബ് ഷുഡ് ബി യൂസ്ഡ്. സോ വി ആർ ഡൺ വിത്ത് ദ സെക്കൻഡ് റൂൾ. നൗ വിൽ മൂവ് ഓൺ ടു റൂൾ 3. മൂന്നാമത്തെ റൂൾ നോക്കാം. വെൻ ദ സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ഐദർ ഓർ ആൻഡ് നൈദർ നോർ, സബ്ജക്റ്റുകളെ ഐദർ ഓർ ഉപയോഗിച്ചിട്ടോ നൈദർ നോർ ഉപയോഗിച്ചിട്ടോ ഉണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് എ സിംഗുലർ വേർബ്. സബ്ജക്റ്റിൽ എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ വന്നിട്ടുണ്ടെങ്കിൽ ദ വേർബ് ഷുഡ് ബി സിംഗുലർ. എക്സാമ്പിൾ നോക്കാം. നെയ്തർ ഹിസ് ബ്രദർ നോർ ഹിസ് സിസ്റ്റർ ഈസ് കമ്മിങ് ഫോർ ദ വെഡിങ്. രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നെയ്തർ നോറിന്റെ ഉപയോഗം എയ്തർ ഓറിന്റെ ഉപയോഗം വരുമ്പോൾ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നെയ്തർ ഹിസ് ബ്രദർ നോർ ഹിസ് സിസ്റ്റർ രണ്ടുപേരുണ്ടാവുമ്പോൾ വി വിൽ ഹാവ് ദ ടെൻഡൻസി ടു യൂസ് ആർ ദർ. ആർ ഉപയോഗിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. ബട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? നെയ്തർ നോറും എയ്തർ ഓറും സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്, അല്ലാതെ എന്തല്ല? ആർ അല്ല. അടുത്ത എക്സാമ്പിൾ, ഐദർ ദ സ്റ്റുഡൻറ് ഓർ ദ ടീച്ചർ അറ്റൻഡ്സ് ദ മീറ്റിംഗ്. അറ്റൻഡ്സ് കണ്ടില്ലേ? ഡസ് പ്ലസ് അറ്റൻഡ് ആണ് അറ്റൻഡ്സ്. അപ്പൊ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിംഗുലർ. ഇറ്റ് ഡിനോട്ട്സ് സിംഗുലർ ആൻഡ് before if the sentence is used using either or neither nor, we have to use the verb singular ആയിട്ടുള്ള verb എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ റൂള്. Now we'll move on to the fourth rule. If the sentence begins with one of the following by a plural noun, the verb will be in a singular form which agrees with one. അതായത് എക്സാമ്പിൾ നോക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വൺ ഓഫ് ദ ഗേൾസ് ഈസ് ആബ്സെന്റ് എന്നാണ് പറയുക. വൺ ഓഫ് ദ ഗേൾസ്, അതായത് ഗേൾസിൽ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് എന്ത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഗേൾസ് എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആറാണോ എന്ന് ഡൗട്ട് വരും. പക്ഷെ ഒരു ഡൗട്ടും വേണ്ട. വൺ ഓഫ് ദ ഗേൾസ്, ഗേൾസിൽ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഈസ് ആബ്സെന്റ്. വൺ ഓഫ് ദ ഗേൾസ് ആർ ആബ്സെന്റ് അല്ല പറയാ, വൺ ഓഫ് ദ ഗേൾസ് ഈസ് ആബ്സെന്റ്. നെക്സ്റ്റ്,
ദ ബൊക്കെ ഓഫ് റെഡ് റോസസ് സ്മെൽസ് സോ സ്വീറ്റ്. ഇതിൽ നോക്കേണ്ടത് ബൊക്കെ ഓഫ് റെഡ് റോസസ്, റെഡ് റോസുകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബൊക്കെ, ഒരുപാട് ബൊക്കെ ഇല്ലേ, ഒറ്റ ബൊക്കെ, അതിൽ ഒരുപാട് റോസസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. സ്റ്റിൽ ഇറ്റ് ഇസ് ടേക്കൺ ആസ് സിംഗുലർ ബിക്കോസ് ഇറ്റ് ഇസ് ഓൺലി വൺ ബൊക്കെ, ഒരു ബൊക്കെ ഉള്ളൂ. ഒരുപാട് റോസസ് ഉള്ള ഒരു ബൊക്കെ ആയതുകൊണ്ട് വി ഹാവ് ടു യൂസ് ദ വേർബ് സിംഗുലർ. അതായത് സ്മെല്ലല്ല ഉപയോഗിക്കുന്നത്, സ്മെൽസ്. ഡസ് പ്ലസ് സ്മെല്ലാണ് എന്ത്, സ്മെൽസ്. അതാണ് സിംഗുലറിനെ കാണിക്കുന്നത്. ഇനി ഫിഫ്ത്ത് റൂൾ, in sentences that begin with here, there, the verb will be according to the succeeding subject. Here are the chocolates. അപ്പോൾ നമ്മൾ ഹിയറും ദേറും ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസിൽ എന്താണ് മാറ്റം വരുന്നത് എന്നാണ് പറയുന്നത്. ഹിയറും ദേറും തുടങ്ങുന്ന സെന്റൻസുകളിൽ വേർബ് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു ദ സക്സീഡിങ് സബ്ജക്റ്റ്. അതായത് അതിനെ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കും. അതിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഹിയർ ആർ ദ ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ് അല്ല പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഇസ് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ്സ്, ഒരുപാട് ചോക്ലേറ്റുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹിയർ ആർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, there is a big truck on the road. റോഡിൽ ഒരു ബിഗ് ട്രക്ക് ഉണ്ട്, ഒറ്റ ട്രക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്തുപയോഗിച്ചു? ഈസ് ഉപയോഗിച്ചു. മുന്നത്തെ എക്സാമ്പിളില് ഇറ്റ് ഇസ് ടെല്ലിംഗ് അബൌട്ട് ചോക്ലേറ്റ്സ്. സോ വി ഹാവ് ടു യൂസ് ദ plural verb that is are. In the case of second example, there is a big truck, only one truck, so it is representing a singular noun. So what should be used? എന്താണ് ഉപയോഗിക്കേണ്ടത്? സിംഗുലർ verb ആണ് ഉപയോഗിക്കേണ്ടത്. Okay, now we'll move on to rule 6. The sentences with each one, either, neither, everyone, everybody, anyone, anybody, nobody, no one, someone, somebody and no one are singular and requires a singular verb. Each കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരെ കുറിച്ചല്ലേ പറയുന്നത്, ഇപ്പൊ പ്ലൂരൽ അല്ലേ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് തോന്നും. ഈച്ച് വൺ ആയിക്കോട്ടെ, എയ്തർ ആയിക്കോട്ടെ, നെയ്തർ ആയിക്കോട്ടെ, എവ്രി വൺ ആയിക്കോട്ടെ, എവ്രിബോഡി ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള വാക്കുകളുള്ള സെന്റൻസുകളെല്ലാം തന്നെ we should consider it as singular. അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ it requires a singular verb. ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിയേ, each of the participants was provided a lodging facility. Each of the participants എല്ലാവർക്കും ലോഡ്ജിങ് ഫെസിലിറ്റി കൊടുത്തു എന്ന് പറയുമ്പോൾ ഈച്ച് വന്നതുകൊണ്ട് അതെന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ വേറല്ല ഉപയോഗിക്കേണ്ടത്, വി ഹാവ് ടു യൂസ് വാസ് ബിക്കോസ് ഈച്ച് റെപ്രസെന്റ്സ് എ സിംഗുലർ. സിംഗുലറിനെയാണ് ഈച്ച് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. എവ്രി വൺ ഹാസ് എൻറ്റേർഡ് ദ ഹോൾ. എവ്രി വൺ എന്ന് പറയുമ്പോൾ എല്ലാവരുമാണ്, പക്ഷെ എവ്രി വണ്ണും ഈച്ചും നോ വണ്ണും സം വണ്ണും സംബടിയും ഇതിനെയൊക്കെ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് വരുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കും. അതൊക്കെ ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്, ദ കണക്ഷൻ ഓർ ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ verb. So if the subject is singular, verb should be singular. If the subject is plural, verb should be plural. അപ്പോൾ ഇതാണ് ഈ ഒരു റൂൾ 6 പറയുന്നത്. ഈച്ച് വൺ, എയ്തർ, നെയ്തർ, എവ്രി വൺ, എവ്രിബോഡി എക്സെട്ര ഇങ്ങനെ തന്നിട്ടുള്ള ഈ വാക്കുകളെല്ലാം ഉണ്ടെങ്കിൽ ആ സെന്റൻസ്, ഇത് വെച്ച് തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം അല്ലെങ്കിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ട വേർബും സിംഗുലർ ആയിരിക്കണം. ഇനി റൂൾ 7, if the subject includes sums of money, periods of time or distances etc as a single unit, then we use singular verbs. അതായത് ഒരു തുക അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ദൂരം ഇതിനെയൊക്കെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സീ ദ എക്സാമ്പിൾ, 1000 rupees ഈസ് എ ഹൈ പ്രൈസ് ടു പേ. അതായത് 1000 rupees എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരുപാട് കാശില്ലേ എന്ന്. ബട്ട്
അതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്, ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ 1000 rupees ഈസ് എ ഹൈ പ്രൈസ് ടു പേ. ഈസ് ആണ് വരുന്നത്. അടുത്ത എക്സാമ്പിൾ, 56 years ഈസ് ദ മിനിമം ഏജ് ഓഫ് റിട്ടയർമെന്റ്. 56 years എന്ന് പറയുന്നതിന് ഒറ്റ ഒന്നായിട്ടാണ് കാണിക്കുന്നത്. Again it is considered as singular and the verb should be singular. That is why is used here. 15 kilometers is too far to walk. 15 kilometers ആണ്, പക്ഷെ അതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. സോ വി ഹാവ് ടു യൂസ് ദ സിംഗുലർ verb. അതാണ് റൂൾ 7. നെക്സ്റ്റ്, now we'll move on to rule 8. Uncountable nouns take a singular verb. Uncountable, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നൗണുകൾ, എഡ്യൂക്കേഷൻ, അങ്ങനെ വരുന്ന ഫർണിച്ചർ, അങ്ങനെ വരുന്ന അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിലെന്ത് ഉപയോഗിക്കണം? സിംഗുലർ വേർബ് ഉപയോഗിക്കണം. എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു സക്സസ്. ആറല്ല പറയാ, എഡ്യൂക്കേഷൻ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സിംഗുലർ and we have to use the singular verb there. That is why education is the key to success. Okay. Now rule 9. Rule 9 ൽ പറയുന്നത്, in the case of words such as a lot of, all of, some of in a sentence, if the noun after of is singular, then use a singular verb. If plural, use a plural verb. അതായത് all of, lot of അല്ലെങ്കിൽ സം ഓഫ്, ഇതൊക്കെ വരുന്ന സെന്റൻസിൽ അതിൻ്റെ ഓഫിന് ശേഷം വരുന്നത് സിംഗുലർ ആണെങ്കിൽ, ഓഫിന് ശേഷം വരുന്ന നൗണ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആക്കുക. ഓഫിന് ശേഷം വരുന്ന നൗണ് ഇഫ് ഇറ്റ് ഈസ് പ്ലൂറൽ, വി ഹാവ് ടു യൂസ് ദ പ്ലൂറൽ വെർബ്. സീ ദ എക്സാമ്പിൾ ഹിയർ, ഓൾ ഓഫ് ദ കേക്ക് ഈസ് ഗോൺ. ഓൾ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ ഇവിടെ എന്താണ്? കേക്കാണ്. കേക്ക്സ് ആണോ? അല്ല. സോ ഇറ്റ് ഈസ് കേക്ക്. കേക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിംഗുലർ, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഓൾ ഓഫ് ദ കേക്ക്സ് ആർ ഗോൺ. കേക്ക്സ് ആയി കഴിഞ്ഞപ്പോൾ ഈസ് എന്തായി മാറി? ആറായി മാറി. സം ഓഫ് ദ കേക്ക് ഈസ് ഗോൺ. കേക്ക് ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന നൗണ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. ഇഫ് ഇറ്റ് ഈസ് പ്ലൂറൽ, വി ഹാവ് ടു യൂസ് പ്ലൂറൽ വെർബ്. Now rule 10, പത്താമത്തെ റൂള്, collective nouns generally imply more than one person but are considered singular and take a singular verb. അതായത് കളക്റ്റീവ് നൗണുകൾ. എക്സാമ്പിൾ നോക്കാം, ഒരുപാട്. ഇപ്പോൾ നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ദ ഗ്രൂപ്പ് മീറ്റ്സ് ഇൻ ദ സെമിനാർ ഹാൾ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറേ പേര് ചേർന്നതാണ്, പക്ഷെ അതൊരു കളക്റ്റീവ് ആയിട്ടുള്ള നൗണാണ്. കുറേ പേര് ചേർന്നിട്ടുള്ളതാണെങ്കിലും ഗ്രൂപ്പിനെ ഒറ്റൊന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സിംഗുലർ ആണ്. അവിടെ ഉപയോഗിക്കേണ്ട വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഗ്രൂപ്പ് പറയുമ്പോൾ, ഈച്ച് പറയുമ്പോൾ, അതുപോലെയുള്ള കളക്റ്റീവ് നൗൺസ്, അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാടില്ലേ പ്ലൂറൽ ഉപയോഗിക്കണ്ടേ എന്ന്. ബട്ട് ഇതിനെയൊക്കെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കണം. ഇതാണ് കോൺകോർഡിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വേർബ്. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ, വേർബ് ഷുഡ് ബി സിംഗുലർ. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, ദ വേർബ് ഷുഡ് ബി പ്ലൂറൽ. സോ ദ ഗ്രൂപ്പ് മീറ്റ്സ് ഇൻ ദ സെമിനാർ ഹാൾ. അവിടെ മീറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓൾറെഡി പറഞ്ഞതാണ്, മീറ്റ്സ് മീൻസ് ഡസ് പ്ലസ് മീറ്റ്, ദാറ്റ് ഈസ് സിംഗുലർ ആണ്. മീറ്റ് ആണ് പ്ലൂരല്. മീറ്റ്സ് എസ് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണ്. നെക്സ്റ്റ്, ദ കമ്മിറ്റി അഗ്രീസ് ടു ദ ഡിമാൻഡ്സ് ഓഫ് എംപ്ലോയേഴ്സ്. കമ്മിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പേര് ചേർന്നിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സിംഗുലർ. ഇറ്റ് ഈസ് എന്തുപയോഗിക്കണം? വി ഹാവ് ടു യൂസ് സിംഗുലർ വേർബ്. അതുകൊണ്ടാണ് എഗ്രീസ് ഉപയോഗിച്ചിട്ടുള്ളത്. എഗ്രീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എഗ്രി ആണ് അതിൻ്റെ പ്ലൂറലിൽ ഉപയോഗിക്കേണ്ട ഫോം. ഓക്കെ. ഇനി റൂൾ 11. Nouns such as mathematics, civics, news, etc. are plural in form but are singular in meaning and hence use singular verbs. അതായത് മാത്തമാറ്റിക്സ്, സിവിക്സ്, ന്യൂസ്, ഇതിലൊക്കെ എസ് വന്നിട്ടുണ്ട് അല്ലേ?
നോർമൽ കേസിൽ ഡോഗ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്. ഡോഗ് ഈസ് സിംഗുലർ, ക്ലാസ് ഇസ് സിംഗുലർ, ക്ലാസ്സസ് ആർ പ്ലൂരൽ. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരിക. പക്ഷെ മാത്തമാറ്റിക്സ്, സിവിക്സ്, ന്യൂസ് ഇതൊക്കെ നമുക്ക് പ്ലൂരൽ ഫോമിലാണ് കാണുന്നതെങ്കിലും ഇതിന്റെ അർത്ഥം സിംഗുലർ ആണ്. മാത്സ് ഒറ്റ ഒന്നാണ്, സിവിക്സ് ഒറ്റ ഒന്നാണ്, ന്യൂസ്. സോ ഇതിനെയൊക്കെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഇതിന് ശേഷം സിംഗുലർ വേർബ് ഉപയോഗിക്കണം. സീ ദ എക്സാമ്പിൾ ഹിയർ. മാത്തമാറ്റിക്സ് ഈസ് എ ടഫ് സബ്ജക്ട് ഫോർ മൈ ഡോട്ടർ. മാത്തമാറ്റിക്സ് ഈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആറല്ല ഉപയോഗിച്ചത്. ഈവൻ ദോ ഇറ്റ് ലുക്സ് ലൈക്ക് പ്ലൂറൽ, ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് സിംഗുലർ ഓർ ഇറ്റ് ഇസ് ഓൺലി വൺ സബ്ജക്ട്, ഒരു സബ്ജക്റ്റിനെയാണ് കാണിക്കുന്നത്. ദ ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരുപാട് ന്യൂസുകൾ ഉണ്ടെന്ന്. പക്ഷെ ന്യൂസ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ സിംഗുലർ വേർബ് ഈസ്. ന്യൂസ് ഈസ് എന്നാണ് പറയുക. ദ ന്യൂസ് ഈസ് റിയലി ഹാർട്ട് ടച്ചിങ്. ഓക്കെ, ഇനി ലാസ്റ്റ് റൂളാണ് 12th റൂള്. വെൻ ദ സബ്ജക്ട് ഇസ് ഫോളോഡ് ബൈ വേർഡ്സ് സച്ച് ആസ് വെൽ ആസ്, along with, besides, etc., take a singular verb if the subject is singular. Subject singular ആണെങ്കിൽ as well as, along with, besides ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളിൽ if the subject is singular we should use the singular verb. See the example. മാനവ് as well as his cousin. എന്താണ് സബ്ജക്റ്റ്? മാനവ് അല്ലെങ്കിൽ കസിൻ, രണ്ടും സിംഗുലർ ആണ് അല്ലെ. അപ്പോൾ ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സിംഗുലർ ആയതുകൊണ്ട് ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി, ഈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജീവൻ അലോങ് വിത്ത് ഹിസ് ബ്രദർ ഈസ് ഗോയിങ് ടു സ്കൂൾ. ജീവനും അതുപോലെ തന്നെ ഹിസ് ബ്രദറും രണ്ടും സിംഗുലർ ആണ്, അപ്പോൾ ഈസ് ഉപയോഗിക്കണം. അപ്പോൾ ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ബിസൈഡ്സ് ഇതൊക്കെ വരുന്ന സെന്റൻസുകളിൽ ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ യൂസ് സിംഗുലർ വേർബ്, ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ യൂസ് ദ പ്ലൂരൽ വേർബ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 12 റൂൾസ് പഠിച്ചു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ കോൺകോർഡ്? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ രണ്ട് വാക്യങ്ങൾ, 2 വേർഡ്സ്, ഒരു സെന്റൻസിൽ 2 വാക്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് കോൺകോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വേർബ്, ഓർ ഇറ്റ് ഈസ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ഓർ വേർബ്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷനെയാണ് എന്തിലൂടെ പറയുന്നത്? ഈ സബ്ജക്റ്റ് വേർബ് കോൺകോർഡിലൂടെ പറയുന്നപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്റ്റും വേർബും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് ഇരിക്കുന്നത് 12 റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൺകോർഡ് പഠിച്ചിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ്? എഗ്രിമെന്റ് ഓഫ് നമ്പർ, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് പ്ലൂരൽ ദ വെർബ് ഷുഡ് ബി പ്ലൂരൽ. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കി വെക്കണം. നന്നായി പഠിച്ചു വെച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് എക്സാമിന് തരുന്നത്. റൂൾസ് അല്ല ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ യു വിൽ ബി ഗിവൻ എ സെൻറ്റൻസ്. നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നിരിക്കും ആൻഡ് യു ഹാവ് ടു സോർട്ട് ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഇൻ ഇറ്റ്. അതിലെന്താണ് തെറ്റ്, അതിലെ തെറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും, എന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങളോട് നോക്കാൻ പറയും. അപ്പം നിങ്ങൾക്ക് ഈ റൂളുകൾ നന്നായി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ യു ഹാവ് ടു ബി തറോ വിത്ത് ദ 12 rules. Thank you.